അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വേറൊന്നുമല്ല, 2 കാര്യങ്ങൾ പറയാണ്. അതിലൊന്ന് സന്തോഷ വാർത്തയും ഒന്ന് സങ്കടകരമായ വാർത്തയാണ്. അപ്പോൾ ആദ്യം നമുക്ക് സങ്കടത്തിൽ നിന്ന് തുടങ്ങാം. നമ്മൾ മനുഷ്യരുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ നാക്കാണെന്ന് ഞാൻ പറഞ്ഞ നിങ്ങളിൽ എത്ര പേര് ഞാൻ ഈ പറഞ്ഞതിനോട് യോജിക്കും? യോജിക്കുന്നവർ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് പറയുക. അറ്റ്ലീസ്റ്റ് വീഡിയോയ്ക്ക് ലൈക്കെങ്കിലും ചെയ്ത് യോജിക്കുന്നെന്ന് ഒന്ന് അറിയിച്ചേക്കുക. ഓക്കെ? അപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ ഒരു വൃത്തികെട്ട ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഒരു യൂട്യൂബർ അവൻ കല്യാണം കഴിക്കാൻ പോകുന്നു. അവൻ കല്യാണം കഴിക്കാൻ പോകുന്നത് അവൻ വീഡിയോ ചെയ്ത് നാട്ടുകാരെയൊക്കെ അറിയിച്ചപ്പോൾ ചില മണ്ടത്തരങ്ങൾ വിളിച്ച് കൂവിയുടെ അവൻ്റെ നാക്ക് തന്നെ. അരുൺ J224 എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഈ കോമഡിയൊക്കെ കാണിക്കുന്ന ഒരു ചാനലാണത്. കോമഡി ഇൻ ദ സെൻസ് അവനും അവൻ്റെ പെങ്ങളും ഒക്കെ നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. ഞാൻ ഇടയ്ക്ക് സ്ഥിരം ഒരു വ്യൂവറായിരുന്നു. ഇപ്പം സ്ഥിരം ഒന്നും കാണാറില്ല, വല്ലപ്പോഴും ഒക്കെ അവരുടെ ഷോർട്സ് കാണാറുണ്ട്. അപ്പോൾ അവരുമായി ചുറ്റിപ്പറ്റി കുറച്ച് കാര്യങ്ങൾ കിടന്ന് കറങ്ങുന്നുണ്ടേ. നിങ്ങളിൽ കുറേ പേരൊക്കെ കണ്ടു കാണും. എന്നാൽ നിങ്ങളോട് എനിക്ക് പറയാൻ വേറെ കുറച്ച് കഥകളുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്. അതുകൊണ്ട് തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇനി നമുക്ക് കാര്യത്തിലേക്ക് അങ്ങോട്ട് കിടന്നാലോ? പറഞ്ഞതുപോലെ അരുൺ J224 ഏത് കഷ്ടകാലത്തിനാണോ ആ ചെറുക്കന് കല്യാണം കഴിക്കാൻ പോകുന്നത് വീഡിയോ ഇട്ട് നാട്ടുകാരെയൊക്കെ അറിയിക്കാൻ തോന്നിയത്. പെണ്ണ് കാണലിന് ബിരിയാണി കഴിപ്പ്, അതിനുശേഷം പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് അയ്യോ എല്ലാം അവൻ വീഡിയോ എടുത്ത് നാട്ടുകാരെ കാണിച്ചു. പക്ഷേ പറ്റിപ്പോയൊരു പ്രശ്നം എന്തെന്നറിയോ? ചെറുക്കൻ ഈ കോമഡി, സ്പൂഫ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരാളാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ കല്യാണ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട്, അതായത് അവൻ്റെ വീട്ടിലേക്ക് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചത് അവൻ നമ്മളെ അറിയിച്ചപ്പോൾ ആ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വന്ന് ചുമ്മാ ബിരിയാണി മൊത്തം തിന്ന് കലം പഠിച്ചു പോയി. ഈ ഒരു രസം അവർ മോഡുണ്ടല്ലോ, ഈ മോഡിൽ അവൻ പിടിച്ചങ്ങ് പിടിച്ചു പറഞ്ഞ് നാട്ടുകാർ, അതായത് ഇത്രയും ദിവസവും അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നവർ നല്ല തെറി പറയാൻ തുടങ്ങി. അല്ല, നാട്ടുകാരെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. അവൻ പറഞ്ഞ സാധനം അത് കേൾക്കുമ്പോൾ ആർക്കാണെങ്കിലും 2 ആട്ടാൻ തോന്നും. അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആട്ടും തുപ്പും ജനങ്ങളുടെ നിന്ന് ചെറുക്കൻ ഇപ്പം മേടിച്ചുകൊണ്ടിരിക്കുക. വിശദമായി തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അതിനു മുമ്പ് അവൻ്റെ പെണ്ണ് കാണലിൻ്റെ വീഡിയോയിൽ നിന്ന് നമുക്ക് തുടങ്ങിയാലോ? കണ്ടോ ഇതിൻ്റെ? വേണ്ട ഞാൻ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അങ്ങ് കുറയ്ക്കാം അല്ലേ? പാട്ടൊന്നും വേണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക്? ഞാൻ ഇരുന്ന് സംസാരിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ കണ്ട കയറി ചെന്ന് ബൊക്കെയൊക്കെ കൊടുത്ത് ചെറുക്കൻ പെണ്ണിൻ്റെ വീട്ടിലോട്ട് കയറുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേറൊന്നും കൊണ്ടല്ല, കോപ്പിറൈറ്റ് വല്ലതും അടിച്ചാൽ വയ്യ, കഷ്ടപ്പെട്ട വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അത് വീഡിയോ ചെയ്യുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ചിലർ പറയും എന്തുവാടാ എളുപ്പമല്ലേടാ? അത്ര എളുപ്പമൊന്നും അല്ലടേ, കുറച്ച് കഷ്ടപ്പാട്. അതേ വിയർത്ത് കുളിക്കുമായി ചൂടത്തൊക്കെ ഇരുന്ന് ചെയ്യണമെങ്കിലുണ്ടല്ലോ. അപ്പോൾ ചെറുക്കൻ്റെ കാര്യം, നല്ലൊരു പെൺകുട്ടി, നല്ല പെൺകുട്ടിയുടെ ഫാമിലി, നല്ല രസമുണ്ട്. എന്താ, നേരത്തെ അവൻ റിവീലൊന്നും ചെയ്തിട്ടില്ലായിരുന്നു പെൺകുട്ടിയുടെ ഫേസ്. ഇപ്പോൾ ഇതിനകത്തൂടെയാണ് അവൻ റിവീൽ ചെയ്യുന്നത്. നല്ല കാര്യം, ചെറുക്കൻ കല്യാണം കഴിക്കട്ടെ, നല്ലൊരു ജീവിതം അവന് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പം എന്താണെങ്കിലും കണ്ടോ, വന്നു ഇരുന്നു, ഫുഡൊക്കെ കഴിച്ചു, ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് പയ്യൻ. അപ്പം ഇതിലൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ഡീസൻ്റ് ആയിട്ട് തന്നെ അവൻ്റെ കൂട്ടുകാരോ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ റീലൊക്കെ എടുത്ത് അതങ്ങോട്ട് പോസ്റ്റൊക്കെ ചെയ്ത് കണ്ട ടാറ്റ ബൈ ബൈ ഒക്കെ. അവൻ്റെ പെങ്ങളും ഒക്കെ ഉണ്ട്. ആ പെൺകുട്ടിയെയൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, നല്ല കോമഡിയൊക്കെ ചെയ്യുന്നൊരു പെൺകുട്ടിയാണ്. അപ്പോൾ ഇത് ഇപ്പം ഈ നിങ്ങൾ കണ്ട റീലുണ്ടല്ലോ, ഇത് വലിയ വീഡിയോ ആയിട്ട് ഇവരെടുത്തായിരുന്നു. ആ റീല് പോസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് കുറച്ച് പ്രശ്നങ്ങളുള്ളതുപോലെ വീഡിയോ കണ്ട ആളുകൾക്ക് തോന്നി. എന്താണ് പ്രശ്നങ്ങൾ എന്നല്ലേ? നിങ്ങളിത് കേക്ക് അല്ലെങ്കിൽ ഇത് കാണുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ 18 പടി കെട്ടാമായിരുന്നു. ആ നടുക്കിരിക്കുന്ന ആളാ മണവാളൻ. ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നത്. പിടിച്ചു മാറ്റവനെ. ഇപ്പം മാറ്റി തരാം. ഞാൻ പെണ്ണിന്റെ അപ്പൻ. പിന്നെ ഓ, അങ്ങനെയൊക്കെ അങ്ങോട്ട് പോണു. വേറെന്താ സുഖം. ഒറ്റ നോട്ടത്തിൽ തന്നെ പെൺകുട്ടി എനിക്ക് ഇഷ്ടായി. മറ്റേ ഡയലോഗ്
നിന്റെ ഡയലോഗ് കുറേടാ സ്റ്റെനി മറ്റേ ഡയലോഗ് എന്നാലും ഇത് അച്ഛൻ അമ്മ അത് പെങ്ങള് ഇത് ബാക്കി ഫ്രണ്ട്സ്. സാർ ഇവരൊക്കെ എന്റെ ആൾക്കാരാ. നീ ഏതാടാ നായേ? ശനി മറ്റേ സാധനം നിന്റെ ലാസ്റ്റ് അല്ല പറ ഞാൻ അങ്ങോട്ട് പോയിരിക്കാം. കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എന്താക്കി ഷോറി പറഞ്ഞു. കുട്ടികൾക്ക് എന്തെങ്കിലും പുള്ളി പിന്നെ ഒന്ന് കെട്ടിയിട്ടുള്ളതുകൊണ്ട് എല്ലാ ചടങ്ങൊക്കെ അറിയാം. അമ്മ വീടാണല്ലോ ഹരികൃഷ്ണ, നിന്റെ ഭാഗ്യം കുঠিലിൽ നിന്നും കൊട്ടാരത്തിലേക്ക്. അങ്ങോട്ട് മാറിയിരുന്നോള്. ഇവനേതാ? എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. തിരിച്ചു ഓർന്നാലേ ചീതെന്ന് പറഞ്ഞത് ഇപ്പൊ കയറി വന്നിരുന്നതാണ്. നിന്റെ കൈ നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട്. ഓക്കെ, മതി, കൂടുതലൊന്നുമില്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അവൻ ആ വീഡിയോ, ആ പെണ്ണ് കാണലിന്റെ വീഡിയോ എടുത്ത് ഇട്ടപ്പോഴത്തേക്ക് സിനിമയിലെ കുറച്ച് കോമിക് ഡയലോഗുകളും കാര്യങ്ങളും അവൻ്റെ അമ്മയും എല്ലാവരും അവൻ്റെ ചാനലിൽ ഈ കോമഡി പരിപാടികൾ ചെയ്യുന്നതാണ്. നല്ല രസമാണ് കേട്ടോ അവരുടെ കണ്ടുകൊണ്ടിരിക്കാൻ. അപ്പം അവൻ്റെ പെണ്ണ് കാണലും അവൻ ആ രീതിയിൽ കുറച്ച് രസമാക്കാൻ ശ്രമിച്ചു. പക്ഷേ ഓപ്പോസിറ്റ് പെണ്ണിൻ്റെ കുടുംബമുണ്ട്. അവരെ വലിച്ചിട്ടിട്ട് അവരെയും ഒരു ഇച്ചിരി കോമാളിത്തരം കാണിപ്പിക്കുന്ന രീതിയിലേക്കൊക്കെ, കളിയാക്കുന്ന രീതിയിലേക്കൊക്കെ ഓരോ സാധനങ്ങൾ പടച്ചു വിടുമ്പോഴത്തേക്ക് ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തില്ലെങ്കിലും പുറത്ത് നിൽക്കുന്ന ആളുകൾ, അയ്യോ ചേച്ചി, ആ പെൺകുട്ടിയുടെ അമ്മയോട് പറയുകയാണ്, അയ്യോ ചേച്ചി, അവൻ ആ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങളെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നത് പോലെ ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനെയുള്ള സാധനങ്ങൾ പുറത്തു നിന്ന് അവർക്ക് കിട്ടുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ അവർക്ക് സങ്കടം വന്നേക്കാം. അതാദ്യമേ അരുൺകുട്ടൻ മനസ്സിലാക്കണമായിരുന്നു. ഓക്കെ, പോട്ടെ, ചെറിയ സാധനം, ഇതൊന്നും വലിയ സാധനമല്ല, ഇതിനെയൊക്കെ വിട്ടുകളയാം, ഇതിനെയൊക്കെ നമുക്ക് തട്ടിക്കളയാം, പോട്ടെ. പക്ഷേ ഈ കല്യാണ സാരി എടുക്കാൻ പോകുന്നതിൻ്റെ ഒരു ചെറിയൊരു പരിപാടിയുണ്ട്. ആ വീഡിയോയിൽ ഈ പയ്യൻ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ അത് കേൾക്കുക. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കേൾക്കത്. ഒരു തീരുമാനമായതിനു ശേഷം പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ, കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായിരിക്കുകയാണ്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു പെണ്ണ് കാണാൻ പോയി എന്നുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് പെണ്ണിൻ്റെ മുഖമൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ പെണ്ണ് കാണലായിരുന്നു. കുറേ പേര് പറഞ്ഞു ഇത് പെണ്ണ് കാണലല്ലല്ലോ, ഇത് ഉറപ്പിക്കലാണല്ലോ എന്ന്. അങ്ങനെയല്ല, അവിടെ പോയി കണ്ടു, അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചു. അപ്പം അവിടെ നിന്നൊരു ബറ്റാലിയൻ ആൾക്കാർ ഇങ്ങോട്ട് വന്നു, ഒരു പെണ്ണിൻ്റെ ബന്ധുക്കളും കാര്യങ്ങളെല്ലാവരും ഇവിടെ വന്നിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ചെറുക്കൻ്റെ വീടും പരിസരവും എല്ലാം കണ്ട് പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണിയിൽ നിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അന്നാണ് ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്കുണ്ട്. ചെമ്പ് ബിരിയാണി നിന്ന് ആ കച്ചവടം അങ്ങോട്ട് ഉറപ്പിച്ചെന്ന് തീർന്ന്. ഇതിൽ കൂടുതൽ വല്ലതും പറയാനുണ്ടോ? അരുൺ, മനസ്സിലാക്കാം, നിങ്ങൾ കോമഡിയൊക്കെ ചെയ്യുന്ന ആളാണ്. ഓക്കെ, കോമഡി സാധനങ്ങൾ ഇപ്പം നിങ്ങളുടെ ആ ഒരു പെണ്ണ് കാണൽ വീഡിയോ പോലും നിങ്ങളതിനെ കോമഡിയാക്കി വിട്ടുകളഞ്ഞു. നമ്മൾ അതിൻ്റെ ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ, പെൺകുട്ടിയുടെ മുഖമൊക്കെ ബ്ലർ ചെയ്തിട്ടുണ്ട്. പക്ഷേ റീൽസ് വന്നപ്പോഴത്തേക്ക് പെൺകുട്ടിയുടെ മുഖം നമ്മളെ കാണിക്കുന്നുണ്ട്, റിവീൽ ചെയ്യുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, കുറച്ച് കോമഡിയാക്കി പോട്ടെ. പക്ഷേ ഇതിൽ ഈ ഒരു പോർഷനിൽ താങ്കൾ പറയുന്ന കാര്യം അത് എത്രയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും നടക്കത്തില്ല മോനെ. അത് ചീറ്റിപ്പോയി, കയ്യിൽ നിന്ന് പോയി. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ മലയാളികളുടെ പൊതുവേ ഉള്ളൊരു പ്രശ്നമാണ്. ഈ നാക്കിനൊരു കൺട്രോൾ കാണത്തില്ല. ഏറ്റവും ഞാനത് വ്യക്തമായിട്ട് നിങ്ങളോട്, ഞാൻ ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടൊന്നും അല്ല കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് പ്രിപ്പയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയില്ല. പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒന്നും ഇല്ല. കാരണം നമുക്കൊക്കെ പറ്റുന്നൊരു, എനിക്ക് സ്ഥിരം പറ്റുന്നൊരു പ്രശ്നമാണ് അത്. ഈ നാക്ക്, ഇവൻ ഭയങ്കര പ്രശ്നമാണ്. എൻ്റെയൊക്കെ വലിയ പ്രശ്നമാണ്. എനിക്ക് പലപ്പോഴും ഈ ഒരു സാധനം കാരണം വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. വലിയ വലിയ പ്രശ്നങ്ങൾ, ചെറുതൊന്നും അല്ല. പിന്നിരുന്ന് ആലോചിക്കും, എന്താടാ കാണിച്ചത്, എന്തിനാടാ അങ്ങനെ പറഞ്ഞത്, എന്തിനായിരുന്നു ആ സമയത്ത് നാക്കിൽ ഗുളികൻ കയറി എന്നൊക്കെ നമ്മൾ ചിലപ്പം ചില ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കൊക്കെ മിക്കപ്പോഴും ഗുളികന്. അതുപോലെയാണ് ഈ പയ്യന് പറ്റിയത്. അവൻ്റെ നാക്ക് പിഴച്ചുപോയി, അങ്ങനെ തന്നെ പറയാം. മുക്കാൽ ചെമ്പ് ബിരിയാണി വടിച്ചടിച്ച് കച്ചവടം ഉറപ്പിച്ച് എന്തുവാടാ ഈ പറഞ്ഞത്? നിനക്കും ഇല്ല ഒരു പെങ്ങള്. ആ പെങ്ങള് കല്യാണം കഴിക്കാൻ പോകുന്ന ഇതൊരു യൂട്യൂബർ ആണെങ്കിൽ അവൻ ഇതുപോലൊരു വീഡിയോ ചെയ്യുമ്പോൾ കച്ചവടം ഉറപ്പിച്ച അവളുടെ പെങ്ങളും ഞാനുമായിട്ടുള്ളത് ഇങ്ങനെ പറഞ്ഞ മോനെ, നിനക്ക് പൊളിയുവോ? പൊളിയൂലേ നിനക്ക്? പൊളിയും നിനക്ക്. നീ നല്ലൊരു ചേട്ടനാണെങ്കിൽ നിനക്ക് പൊളിയും.
വേറെ ഏതെങ്കിലും ഒരുത്തൻ അവളെ കല്യാണം കഴിക്കും, നിന്റെ പെങ്ങളെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു വ്യക്തി ഈ നീ പറഞ്ഞ സെയിം ഡയലോഗ് അപ്പുറം ഇരുന്നുകൊണ്ട് അടിക്കുകയാണ്, നാട്ടുകാരെ കേൾപ്പിക്കുകയാണ്, തീർന്ന്. വീട്ടിൽ കയറി ചിലപ്പോൾ നീ ഇടിക്കത്തില്ലേ? ഇടിക്കണം. ഒരു നല്ല ചേട്ടനാണെങ്കിൽ ഇടി കൊടുക്കണം. അത് നീ മനസ്സിലാക്കിക്കോണം. ഈ പറഞ്ഞത് തെമ്മാടിത്തരമാണ്. ഒരു രീതിയിലും നിന്നെ ഈ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. നിന്റെ വീഡിയോ ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഈ പറഞ്ഞത് കൂട്ടുകാരാ വലിയ തെറ്റായിപ്പോയി. ഞാൻ പറയുന്നതല്ല, നിന്റെ കമന്റ് ബോക്സിൽ ഇത് തന്നെയാ തുരുതുര. ഞാൻ 1-2 കമന്റ്സ് കാണിച്ചു തരാം. അന്തസ്സില്ലാത്ത സംസാരം, അനിയത്തിയുടെ കല്യാണവും ഇതുപോലെ കച്ചവടമാക്കുമോ? ഞാൻ പറഞ്ഞ കാര്യം തന്നെ. ഒരു തരത്തിലും കോമൺ സെൻസ് ഇല്ലാത്ത ചേട്ടൻ, ഒരു ഫാമിലി മൊത്തം ഡ്രസ്സിങ് സെൻസ് ഇല്ലാത്തവർ, മാന്യമായി സംസാരിക്കൂ. ബന്ധുവീട്ടുകാരെ കുറിച്ച് അവർ വന്ന് കഴിച്ച ബിരിയാണിയുടെ കണക്ക് പറഞ്ഞ് അവരെ അപമാനിക്കല്ലേ മോനെ. കറക്റ്റാണ്. ചിലപ്പോൾ നിങ്ങൾ ട്രിവാൻഡ്രംകാരെന്തോ ആണ് ചില ആൾക്കാർ ഈ ട്രിവാൻഡ്രം സൈഡിൽ അവർ ഭയങ്കര കൂളായിട്ട് ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ നിങ്ങളുടെ പേഴ്സണൽ സ്പേസ് ആണ് അവിടെ. നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ട്രിവാൻഡ്രംകാർക്ക് മനസ്സിലാവും. ഇത് ലോകമെമ്പാടുമുള്ള മലയാളികൾ കേൾക്കുന്നില്ലേ, നിങ്ങളെ കാണുന്നില്ലേ? അറൗണ്ട് എനിക്ക് തോന്നുന്നു 30 ലക്ഷം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ടീമുകളാണ്. അപ്പൊ പല ആൾക്കാർ കാണുന്നുണ്ട്. ഭൂരിഭാഗം ആളുകൾ നിങ്ങൾ ഈ പറഞ്ഞത് ഒരിക്കലും അംഗീകരിക്കില്ല. ഒരിക്കലും. നിങ്ങൾ എത്ര തമാശക്ക പരിപാടികൾ കാണിക്കുന്ന ഒരാളാണെങ്കിലും ഈ പറഞ്ഞ ഡയലോഗുകൾ ആർക്കും അത് മനസ്സിലാക്കണം. അരുൺ മോൻ ആർക്കും യോജിക്കാൻ പറ്റില്ല. ഇപ്പൊ കുത്തനെ വീടും കല്യാണമൊക്കെ കഴിയുമ്പോൾ മിക്കവാറും യൂട്യൂബ് ചാനൽ ഈ ഒരൊറ്റ വിഷയത്തിൽ തന്നെ ആൾക്കാർ വെറുക്കുകയാണെങ്കിൽ താഴത്തേക്ക് അങ്ങ് പോകും. അങ്ങനെ വീണ ഒരുപാട് ആൾക്കാരുണ്ടേ. അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വരാതിരിക്കട്ടെ. കാരണം നിങ്ങളുടെ വീഡിയോസൊക്കെ നല്ല രസമാണ്, നമുക്കും ഇഷ്ടമാണ്. പക്ഷെ ഈ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ, ഏതോ സമയത്ത് മോനെ നിന്റെ നാവി ഗുളിക കയറി നിന്നെ കൊണ്ട് പറയിപ്പിച്ച് തീർന്ന നീ. എടാ ആ പെണ്ണിന്റെ വീട്ടുകാരിത് കാണുമ്പോൾ നീ അത് ചിന്തിച്ചില്ലേ? കച്ചവടം ഉറപ്പിച്ചിട്ട് പോയെന്നൊക്കെ സിനിമകളിലൊക്കെ പറയും. ഇത് നീ നിന്റെ ലൈഫിനെ ജനങ്ങളിലേക്ക് കാണിച്ചു കൊടുക്കുക. നിന്റെ ലൈഫിൽ നീ കല്യാണം കഴിക്കുന്ന പരിപാടിയൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് നിനക്ക് അവര് കച്ചവടം ഉറപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടാ. അടുത്ത കമന്റ് എക്സാക്ട്ലി ഒരുമാതിരി പറച്ചിലായി. ജോക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്, എസ്പെഷ്യലി അറ്റ് ദിസ് സ്റ്റേജ്. കറക്റ്റാണ്. ഒരു ലിമിറ്റ് ഉണ്ടാ കുട്ടാ. ജോക്കിനൊക്കെ തമാശക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ ഇത് കുറച്ച് ഓവറായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായോ? ഒരുപാട് കമന്റുകളുണ്ട്. ഞാൻ എല്ലാം ഒന്നും കാണിക്കുന്നില്ല, ചുമ്മാ വായിച്ചങ്ങ് വേണമെങ്കിൽ പോകാം. നിങ്ങളുടെ വീഡിയോ സ്ഥിരം കാണുന്നതായിരുന്നു, ആസ്വദിച്ചിരുന്നു, പക്ഷെ നിങ്ങൾ ആകെ മാറിയതുപോലെ എന്നൊക്കെ പറയുന്നത്. ഇത് മാറിയതല്ല, ഇത് ഏതോ അഹങ്കാരം വന്നുപോയോ മോനെ? അല്ല എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. അഹങ്കാരമായോ കല്യാണമൊക്കെ ആയപ്പോഴത്തേക്ക്? അങ്ങനെ എനിക്ക് തോന്നുന്നത്. സ്ഥിരം കാണുന്ന ആൾക്കാർ വരെ പറയുന്നുണ്ട്. കച്ചവടം ഉറപ്പിച്ചു, വീട്ടുകാരൊരു ചെമ്പ് ബിരിയാണി കഴിച്ചു, ബോറ്, ക്യാഷ് ഉണ്ടായ പോലെ സംസ്കാരം ഉണ്ടാകാൻ പറ്റില്ലല്ലോ, കാശ് ഉണ്ടാക്കിയ പോലെ സംസ്കാരം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അത് ശരിയാട്ടോ. വളരെ 1000 പേരൊക്കെയാ ലൈക്ക് ചെയ്തേക്കുന്നത്. നാക്കിനിൽ ലൈസൻസ് ഇടണം, കാരണം അനദർ ഫാമിലി വിൽ കം ആൻഡ് ജോയിൻ, ദേ വിൽ നോട്ട് ബി ലൈക്ക് യുവർ ഫാമിലി ആൻഡ് ദേ വിൽ ബി കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. കല്യാണം നടന്നാൽ മതിയായിരുന്നടേ. കുറെ കമന്റുകളുണ്ട്, ഞാൻ എല്ലാം ഒന്നും കാണിക്കുന്നില്ല. കല്യാണം നടന്നാൽ മതിയായിരുന്നു. ഇതിന്റെ പേരൊന്നും പറഞ്ഞടേ. ചെറുക്കനൊരു അബദ്ധം പറ്റിപ്പോയി. അവന്റെ പെൺകുട്ടിയുടെ കുടുംബമോ പെൺകുട്ടിയോ അവരുമായി ചുറ്റപ്പറ്റി ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അവനൊരു അബദ്ധം പറ്റിപ്പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു എന്തിൻ്റെയോ പുറത്ത് കാണിച്ചതാണ്. ഇവൻ്റെ ഈ തമാശകൾ കുറച്ച് കൂടുതലാണ്, തമാശക്കുട്ടനാണ്. ഇങ്ങനത്തെ തമാശകൾ നിർത്താൻ പറഞ്ഞാൽ മതി. കല്യാണത്തിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവരുത്. അതൊക്കെ ഭയങ്കര ബോറായി പോവും. അങ്ങനെ ഒന്നും ചെയ്യരുത്. എന്താണെങ്കിലും ഈ നാട്ടുകാരെല്ലാവരും കൂടെ പിടിച്ച് ഊക്കിയപ്പോഴത്തേക്ക് അവൻ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കൊണ്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറയാനുള്ളത് നാവിന്ന് വീണു. ഇനി എത്രയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമുക്ക് കുറച്ചൊന്ന് കണ്ടുപോകാം.
എൻ്റെ മോനെ വേണ്ടടാ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അവൻ പറഞ്ഞു വരുന്നത് എന്താന്ന് പിടികിട്ടിയല്ലോ. അവൻ്റെ എക്സ്പ്ലനേഷനിൽ അവൻ ഉദ്ദേശിക്കുന്നത് ആ സിനിമയിലെ ഡയലോഗ് പോലെ. ഇവൻ സ്പൂഫ് ചെയ്യുന്ന ആളാണ്, കോമഡി ചെയ്യുന്നതാണ്. സോ ഇവൻ്റെ ലൈഫിലെ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ആ സിനിമ ഓർത്തിട്ട് ആ സിനിമയുടെ ഫോമിൽ അങ്ങ് അടിച്ചതാണെന്നാണ് പറയുന്നത്. മോനെ കൂട്ടുകാരാ, നീ മനസ്സിലാക്കണം, സിനിമയല്ല ജീവിതം. ഓക്കെ, അത് നീ എപ്പോഴും മനസ്സിലാക്കണം. അടിച്ചു കിട്ടും. ഇതിപ്പോൾ നീ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ ചിലപ്പോൾ ഒന്ന് മനസ്സിലാക്കിയേക്കും. നാട്ടുകാർ മനസ്സിലാക്കുമെന്ന് നീ വിചാരിക്കരുത്. ഓക്കെ, നാട്ടുകാരും ചിലപ്പോൾ കുറച്ച് പേര് മനസ്സിലാക്കും. പക്ഷേ എന്നിരുന്നാലും ആലോചിക്കുക. ഇത് ഇവൻ മാത്രമല്ല, ഈ അരുൺ മാത്രമല്ല, ഈ ഫാമിലി ബ്ലോഗേഴ്സ് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ പല കാര്യങ്ങളും ജനങ്ങളെ കാണിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ തമാശകൾ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ വിജിലൻ്റ് ആയിരിക്കണം. എപ്പോഴും നിങ്ങൾ വിജിലൻ്റ് ആയിരിക്കണം. ഒരു പോയിന്റിൽ കയ്യിൽ നിന്ന് പോയാൽ ആൾക്കാർ നോട്ടീസ് ചെയ്യും, നല്ല തെറി കിട്ടും. ഇപ്പം ഇവന് പറ്റിയിരിക്കുന്ന അതാ. ഇവൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ എനിക്ക് കാണണ്ട. നിങ്ങൾക്ക് കാണണമെങ്കിൽ അവൻ്റെ ചാനലിൽ പോയി കാണാം. ഇതിനകത്ത് കൂടുതൽ എക്സ്പ്ലനേഷൻ കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. തുടക്കത്തിൽ തന്നെ അവൻ പറഞ്ഞു, അവൻ ആ ഒരു സിനിമയുടെ അവനിരുന്ന് കോമഡി അടിക്കുന്ന രീതിയിൽ അവൻ അടിച്ചപ്പോഴത്തേക്ക് ആ സിനിമ തലയിൽ കയറിയിട്ട് അതിനകത്തെ പോലെ ഡയലോഗ് അങ്ങ് അടിച്ചു. ചെമ്പ് ബിരിയാണി അടിച്ചു, അതിനുശേഷം കച്ചവടം ഉറപ്പിച്ചു. കച്ചവടം ഉറപ്പിച്ചു. നീ നോക്കി മോനെ, ഒരു കാര്യം മനസ്സിലാക്ക്, ആടും മാടും ഒന്നും അല്ല കച്ചവടം ഉറപ്പിക്കാൻ. അറ്റ്ലീസ്റ്റ് നീ ഡയലോഗ് അടിക്കുന്നതിന് മുമ്പ് ആ പെണ്ണിൻ്റെ മോന്തായമെങ്കിലും ഒന്ന് ഓർക്കേണ്ടതായിരുന്നു കേട്ടോ. എത്ര രാജമാണിക്യം കളിക്കാൻ നോക്കിയതാണെങ്കിലും വന്ന് കയറുന്നതേ ഉള്ളൂ ആ പെൺകുട്ടി. നിന്റെ വീട്ടിലോട്ട് വന്ന് കയറി കുറച്ച് കാലം കഴിയുമ്പോൾ നിന്നെ മനസ്സിലാക്കും. അപ്പോൾ നീ ഇതുപോലുള്ള ഡയലോഗുകൾ അടിക്കുമ്പോൾ ചിലപ്പോൾ ക്ഷമിച്ചു തരും. പക്ഷേ ഇപ്പോഴേ നീ ഈ സാധനം അടിക്കാൻ തുടങ്ങിയാൽ അത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നാക്ക് പ്രശ്നമാ അല്ലേ? അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.